പറഞ്ഞപോലെ ഡോക്ടർ ടി പി ശശികുമാർ അദ്ദേഹം നിങ്ങളടുത്ത് സംവദിക്കുന്നതാണ്. ഈ വാക്കുകൾ കേൾക്കാതെ പോകുന്നത് നിങ്ങൾക്ക് ഭാവിയിലും നഷ്ടമാവും. അതുകൊണ്ട് ഏവരും ജാഗ്രതയോടെ ബഹുമാന്യനായ ഡോക്ടർ ടി പി ശശികുമാറിന്റെ വാക്കുകൾ കാതോർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഉറക്കെ നമസ്കാരം. നമസ്കാരം പറയുമ്പോൾ തിരിച്ച് നമസ്കാരം പറയാനുള്ളതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. അത് ഭാരതത്തിൽ തന്നെയാണോ? ആണോ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളോട് ഞാൻ സംവദിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഞാൻ ഈ നാട്ടുകാരനല്ല, ഇപ്പോൾ ഹൈദരാബാദിലാണ്. കോവിഡ് കാലത്തിന് ശേഷം ആദ്യമായിട്ട് കേരളത്തില് കുറേ കാലത്തിന് ശേഷം 2.5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. വന്നത് ആലപ്പുഴയിലെ കുട്ടികളോട് സംസാരിക്കാൻ, കോഴിക്കോട് കുറച്ച് ഇൻഷുറൻസ് ആൾക്കാർക്ക് ക്ലാസ് എടുക്കാനൊക്കെയായിട്ടാണ്. പക്ഷെ ഇന്നലെ ഞാൻ കോതമംഗലത്തുണ്ടാവും. അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ടീച്ചേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി പുറത്തു പോകുന്നവരെ, അവരെയൊക്കെയാണ് കണ്ടത്. പക്ഷെ 10ാം ക്ലാസ്സിലെ മിക്കവാറും എല്ലാവരും 10ാം ക്ലാസ് ആണല്ലോ അല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലേ? 10ാം ക്ലാസ് അതുവരെയുള്ള സിലബസ് ഒക്കെ എങ്ങനെ മറക്കാം? ഇങ്ങനെയാണോ? ഇപ്പൊ മോഹൻജി ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴിങ്ങനെ ഓർത്തെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മള് മുത്തപ്പന്റെ ഒരു പ്രോഗ്രാമിനാണ് കൂടെ കണ്ടത് ദുബായിൽ. ഞാൻ കണ്ണൂർക്കാരനാണ്, ഞങ്ങൾ മുത്തപ്പന്റെ ആൾക്കാരാണ്. ഞാനും രാംനാഥും ഒക്കെ ഓൺലൈനിൽ കുറെ പ്രോഗ്രാംസ് ദുബായിൽ ചെയ്തിട്ടുണ്ട്. സുബോധ് ആണ് ആലപ്പുഴയിൽ എന്നെ കുറെ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടത്തിയിട്ടുള്ളത്. അതിൽ ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ തലയാട്ടുണ്ട്. എന്റെ ഡെസ്റ്റിനേഷൻ IAS പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് പങ്കെടുത്തിട്ടില്ല. എത്ര പേരുണ്ട് എന്നെ കേട്ടിട്ടുള്ളവർ ഇതിനു മുമ്പ്? ആകെ 2-3 പേരേ ഉള്ളൂ. കുറവാണ്. എന്നാലും 3-4 പേരേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് A+ കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ 2-3 പ്രാവശ്യം ആലപ്പുഴയിൽ വന്നത്. ഇതിനേക്കാളും നിറഞ്ഞ സദസ്സ്. ഇപ്പൊ സുബോധ് ഞാൻ ചോദിക്കാൻ എന്റെ പിള്ളേര് കുറവത് ആലപ്പുഴയിൽ A+ ഒക്കെ കുറഞ്ഞു. അപ്പോഴാ പറഞ്ഞത് 12th കുട്ടികൾ കുറവാണ് ഇവിടെ. കാരണം അവർക്കൊക്കെ എൻട്രൻസ് എക്സാമിനേഷന്റെ തിരക്കിലാണ്. സുബോധിന്റെ മകളടക്കം 12th നാളെ എൻട്രൻസ് നടക്കുന്നതുകൊണ്ട് പലരും വന്നിട്ടില്ല. കുഴപ്പമില്ല, എന്നെ കേട്ടോ ഒരു ഭാഗ്യവാന്മാർ, കേൾക്കാത്തോർ മഹാഭാഗ്യവാന്മാർ. ഞാൻ കട്ടെടുത്ത് കേട്ടോ. നമ്മളൊക്കെ കള്ളന്മാരാണല്ലോ അല്ലെ? ആണോ അല്ലയോ? ഇവിടെ കള്ളന്മാരില്ലാത്ത ആരെങ്കിലും? ഇതുവരെ കള്ളി വിളിച്ചു കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കുഞ്ഞിന് ഭാഷ ഇഷ്ടമാണല്ലോ അല്ലെ? കുള്ളനായി കൃക്കനായി ജനിച്ചു ഒരു ഉണ്ണിയൻ കുഞ്ഞുണ്ണി, എന്നെ കണ്ടോരോ ഭാഗ്യവാന്മാർ, കാണാത്തോർ മഹാഭാഗ്യവാന്മാർ. അത് കട്ടെടുത്തിട്ടാണ് ഞാൻ എന്താക്കി മാറ്റിയത്. എന്നെ കേട്ടോരോ ഭാഗ്യവാന്മാർ. അതിനുള്ള അധികാരിയൊക്കെ ഉണ്ട്. കുഞ്ഞുണ്ണി മാഷ്ടർ കൂടെ കുറെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ബ്രൈറ്റ് ലൈൻ ഡിസ്കവറി സ്കൂളിൽ വന്ന സമയത്ത് എന്നോട് എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഞാൻ കുഞ്ഞുണ്ണി മാഷ്ടർ പാട്ട് കേൾപ്പിച്ചിട്ട് സ്വീകരിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കണം, നെറ്റിൽ പോയിട്ട് ബ്രൈറ്റ് ലൈൻ ഡിസ്കവറി സ്കൂൾ BLTS ഡോക്ടർ TPS കുഞ്ഞുണ്ണി തന്നെ. എന്റെ പേര് ഡോക്ടർ TPS. അപ്പൊ കാണാം. ഇംഗ്ലീഷ് മീഡിയം പിള്ളേരെ കൊണ്ട് മലയാളം പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്. പക്ഷെ എന്നെ സർപ്രൈസ് ചെയ്തു വന്നു. അസലായിട്ട് ചെയ്തു. ഞാൻ കേൾക്കാത്ത കുറെ കവിതകൾ കേട്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനുഷ്യന്മാര് ജനിക്കുമ്പോൾ കുറെ പേര് വരും. എത്ര പര്യായങ്ങൾ അറിയാം നിങ്ങൾക്ക് മലയാളത്തിൽ? ജനനം എന്നുള്ളതിന് പര്യായം ആലോചിച്ചോട്ടെ, പറയണമെന്നില്ല. ജനനം എന്നുള്ളതിന്റെ മലയാള പര്യായം എത്രയുണ്ടെന്ന് ആലോചിച്ചു. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനല്ല. മരണത്തിന്റെ പര്യായം ആലോചിച്ച് നോക്കിയാൽ അത് കുറേയുണ്ട്.
ജനനത്തിന്റെ പര്യായം വളരെ കുറവാണ്, പക്ഷെ മരണത്തിന്റെ പര്യായം അല്ലേ? മോശം മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ എല്ലാവരും നല്ലവരാണ്, പക്ഷെ മരിക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയുന്നത് മോഹൻജി പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നാളെ നമ്മളെ വിലയിരുത്തുന്നത്. ഇന്നലെ വരെയുള്ള നമ്മൾ എങ്ങനെയാണെന്നല്ല, ഇനി അങ്ങോട്ട് എങ്ങനെയാണ്. നിങ്ങളുടെ പ്രായത്തിലൊക്കെ A+ കിട്ടാനോ സമ്മാനം, ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് A+ ഒന്നും ഇല്ല. ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ് 60%, ഡിസ്റ്റിങ്ഷൻ 75%. 75% അപ്പുറത്ത് കിട്ടുന്നവർ വളരെ ചുരുക്കം പേരാണ്. സത്യം പറഞ്ഞാൽ 75%-ലധികം മാർക്ക് കൊടുക്കുന്നത് ടീച്ചേഴ്സിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട്. ഞാനൊക്കെ എക്സാം നടത്തിയാൽ നിങ്ങളിൽ ഒരാൾക്കും 75 കഴിയപ്പെടില്ല. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ ഇംഗ്ലീഷില് ഇന്നലെ ഞാൻ കോളേജിലെ കുറെ ടീച്ചർമാരോട് കുറെ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓരോരാളോടും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ജോലിയായിരുന്നില്ല, പക്ഷെ ബുക്കിലുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വ്യത്യസ്തമായ തരത്തിലാണ്, പ്രാക്ടിക്കലായിട്ട് ചോദിക്കാൻ മനസ്സിലാവില്ല. ഇപ്പൊ മോഹൻജി ഗ്രാമർ ഒക്കെ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ത്രില്ലടിക്കായിരുന്നു. നിങ്ങൾ ആരും കാണാത്ത ഗ്രാമറിന്റെ ഒരു ബുക്ക് ഉണ്ടാവും. പണ്ട് BCom-കാരൊക്കെ സ്ഥിരമായിട്ട് പഠിക്കണം. നിങ്ങളുടെ ഏതെങ്കിലും കുറച്ച് വയസ്സ് മൂത്ത ആൾക്കാർ വീട്ടിൽ ആരെങ്കിലും BCom കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, സെക്രട്ടറി ആവണമെങ്കിൽ, ബോസ് ആവണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണ്ട, പക്ഷെ അവരുടെ സെക്രട്ടറിമാർക്ക് ഇംഗ്ലീഷ് അറിയാം. കാരണം അവരാണ് ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒപ്പിടിയിരിക്കുക ആണല്ലോ. നിങ്ങളൊക്കെ വിചാരിക്കും ബോസ് എഴുതിയ ലെറ്റർ ആണ്, ബോസ് അല്ല എഴുതുന്നത്, സെക്രട്ടറി എഴുതുന്നത്. അപ്പൊ സെക്രട്ടറിക്കാണ് ഇംഗ്ലീഷ് അറിയുന്നത്. അപ്പൊ അവര് പഠിക്കുന്ന ഒരു ബുക്കിന്റെ പേരാണ് റൺ ആൻഡ് മാർക്കൻ ഗ്രാമർ ബുക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നും എവിടെയെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ വെച്ച് തുറന്നോ. അപ്പൊ ഗ്രാമർ അസലായിട്ട് പഠിക്കും. ഞാനത് പഠിപ്പിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, സ്കൂളിൽ ക്ലാസ്സൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിക്കാത്ത വിഷയം പഠിക്കാൻ എന്ത് ചെയ്യണം, പിന്നെ പഠിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനകത്തൊക്കെ ഗ്രാമർ ഞാൻ പഠിപ്പിക്കുമ്പോ 12 ടെൻസുകൾ, ഐ ടേക്ക്, ഐ ടേക്കിംഗ്, ഹാവ് ടേക്കൻ, ഹാവ് ബീൻ ടേക്കിംഗ്, ഐ ടു, ഐ വാസ് ടേക്കിംഗ്, ഐ ടേക്കൻ, ഹാവ് ബീൻ ടേക്കിംഗ്, ഐ ഷാൽ ടേക്ക്, ഐ ഷാൽ ബി ടേക്കിംഗ്, ഐ ഷാൽ ഹാവ് ടേക്കൻ, ഐ ഷാൽ ഹാവ് ബീൻ ടേക്കിംഗ്, ഇങ്ങനെ പഠിപ്പിച്ചുള്ളൂ. പടപടപടാന്ന് നോക്കണം. അതിന്റെ അർത്ഥം ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബൈ ഹാർട്ടാണ്. നിങ്ങളൊക്കെ അങ്ങനെ പഠിച്ചിട്ടാണ് മാർക്ക് കിട്ടിയതും A+ കിട്ടിയതും. പക്ഷെ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലേൺ ബൈ ഹാർട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ലേൺ ബൈ ഹാർട്ട് ചെയ്യണം, മനസ്സിൽ ആക്കി പഠിക്കണം. 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ എക്സാമിനേഷന് ശേഷം തൊട്ടടുത്ത ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ആവശ്യമുള്ള, ഇപ്പൊ പുറത്തൊക്കെ വെക്കാൻ വെച്ചിട്ടുള്ള കുറെ സാധനമില്ലേ, അതുകൂടാതെ എന്തൊക്കെ മേടിക്കാൻ കിട്ടുമോ അതൊക്കെ മേടിച്ച് അസലായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രാവശ്യം കൂടി തന്നാൽ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ. എന്താ കാരണം, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഉത്തരം. കാരണം ഒരു പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് മാർക്ക് ആണോ അല്ലയോ? +1 +2 ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ട് എഞ്ചിനീയറിംഗിന് ചേർന്നിട്ടുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതേ സിലബസ് ആണ് രണ്ടാമത്തെ എക്സാമിന് വരുന്നത് എഞ്ചിനീയറിംഗ്. അതിൽ കേരളത്തിൽ 20 വർഷം മുമ്പ്, ഇന്നലെ ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ പോയ കോളേജില് ഒരു 40% പാസ്സാവുന്നതാണ്. ആരാന്നറിയോ, ഇവരൊക്കെ നല്ല മാർക്ക് പഠിച്ചിട്ട് 12 പാസ്സായിരുന്നു. പക്ഷെ എഞ്ചിനീയറിംഗിൽ വരുമ്പോ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചോദിക്കും, അവിടെ പൊളിഞ്ഞു. അപ്പൊ നമ്മുടെ അറിവെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവണമെങ്കിൽ അതിനെ ലേണിംഗ് എന്നല്ല പറയാ, അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാൻ എക്സാമിനേഷൻ പോസിബിൾ അല്ല. മനസ്സിലാവുണ്ടോ പറയണേ? നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്ന് ചെക്ക് ചെയ്യാൻ എക്സാമിനേഷൻ ഇല്ല ലോകത്ത്. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ മാത്രമേ അറിയൂ. അങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ട് കുറേ ചോദ്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാനും പറ്റുമോ?
ഞാനിപ്പോ സയന്റിസ്റ്റ് ആവാൻ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങളൊക്കെ പഠിച്ച ചോദ്യമാണ്. ടേബിളിന്റെ മുകളിൽ ഒരു പേന വെച്ചിട്ടൊന്നും തള്ളുന്നു. ടേബിളിന്റെ മേലിൽ ഒരു പേന വെച്ചിട്ടും തള്ളുന്നു. എന്നിട്ട് പറയും ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പറയും. സ്കൂളിൽ പഠിപ്പിക്കുള്ളൂ. അത് മൊമെന്റം തന്നെയാണ്. എന്താ മൊമെന്റം? മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇല്ലേ, അതിനൊരു വെലോസിറ്റി ഉണ്ടാവും, അതിനൊരു മാസ് ഉണ്ട്. മാസിന്റെ വെലോസിറ്റി മൊമെന്റം ഉണ്ടാക്കും. നിങ്ങളൊക്കെ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടോ ഇല്ലയോ? പക്ഷെ ഞാൻ പറയാം, മൊമെന്റം ഞാൻ പഠിപ്പിക്കുക എങ്ങനെയാ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ബസ് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ പതുക്കെ നടന്നു പോയിട്ട് അതിനെ മുട്ടുള്ളൂ. നിങ്ങൾ പതുക്കെ നടന്നു പോയിട്ട് അതിനെ മുട്ടുള്ളൂ. ഡാമേജ് ഉണ്ടാവോ ഇല്ലയോ? ബസ്സിനും ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. വെലോസിറ്റി കുറച്ച് കൂട്ടി, അപ്പൊ മൊമെന്റം കൂട്ടാണ്. നിങ്ങൾ ഓടിപ്പോയിട്ട് ബസ്സിനടിക്കണം. എന്ത് പറ്റും? ഇവിടെ മൂക്ക് പിടിക്കും അല്ലെ? മൊമെന്റം ഉണ്ടോ ഇല്ലയോ? കുറച്ചുകൂടി മൊമെന്റം കൂടി വെലോസിറ്റി കൂടുമ്പോ. ഇനി അടുത്തത്, നിങ്ങളെക്കാളും വെയിറ്റ് ഉള്ളതാണ് ബസ്, ആണോ അല്ലയോ? നിങ്ങൾ നിൽക്കാണ്, ബസ് ഓടിച്ചോട്ട് നിങ്ങൾ അടിക്കണം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മൊമെന്റം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഫിസിക്സ് ടീച്ചേഴ്സ് ഇങ്ങനെ മൊമെന്റം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പഠിച്ച തിയറി തന്നെയാണ്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വളരെ പ്രാക്ടിക്കലായിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫിസിക്സ് പഠിക്കണോ? അതിന് വ്യത്യസ്തമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. എന്റെ മാഷന്മാരും അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്റെ മാഷന്മാർ റിട്ടയർ ആയിട്ട് കുറേ, ഞാൻ പഠിക്കുന്ന നിങ്ങളുടെ പ്രായത്തിലൊക്കെ പഠിക്കാത്ത കുട്ടിയായിരുന്നു. 7ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായിരുന്നു ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. നിങ്ങളൊക്കെ എല്ലാവരും കൈകൊട്ടി എന്നിട്ട് തലയിൽ കഴിച്ച് എന്റെ ഭഗവാനെ എന്റെ ജന്മം തുലഞ്ഞു എന്നാണ് പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയ ജന്മം തുലഞ്ഞു. എന്താ കാരണം അറിയോ? ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോണ്ടേ. 11ലും 12ലും ഒക്കെ ഇപ്പൊ 96 കിട്ടി, അടുത്ത പ്രാവശ്യം 90 കിട്ടിയാൽ അച്ഛനും അമ്മയൊക്കെ വട്ടി കിട്ടും ഇല്ലേ? നിങ്ങളുടെ 10ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചേഴ്സിന് പറയും, എന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടി നല്ല കുട്ടിയായിരുന്നു, 11th 12th പോയിട്ട് ആകെ മോശമായിരിക്കും. പറയില്ലയോ? എന്നെ പറ്റി ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. എന്താ കാരണം? എന്റെ സ്കൂൾ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ പറയും ഇത്ര നന്നായി അറിയാൻ. കാരണം ഞാൻ എന്ത് ചെയ്താലും നല്ലതാണ്. മനസ്സിലായോ? അതിന് കാരണം സ്കൂളിലൊക്കെ എക്സാം എഴുതുന്നു. എക്സാം എന്ന് പറഞ്ഞൊരു ടെൻഷനാണ്. പിന്നെ മനസ്സിലായി സ്കൂൾ എക്സാമിനെക്കാളും രസകരമായ എക്സാംസ് ആണ് കോളേജിലൊക്കെ വരാനുള്ളത്. സ്കൂളിലും അങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് ബോധം ഉണ്ടായില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചാൻസ് പോയി. പക്ഷെ ഇനി മുതൽ അത് ഏറ്റെടുക്കാനുള്ള ചെറിയ ചെറിയ വിദ്യകൾ വന്നു. എക്സാമിനേഷൻ ടെൻഷൻ ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ടെൻഷൻ ഉണ്ട്? എക്സാമിനേഷൻ വരുമ്പോ എൻട്രൻസ് എക്സാം വരാൻ പോകണു ഇനി അല്ലേ? +1 +2 ഈ നിങ്ങൾ കൈബുക്ക് പറയുമ്പോൾ പെണ്ണായിട്ടുള്ളവരും ആണായിട്ടുള്ളവരും കൈബുക്ക് ചെയ്യാം. ഇവിടെ ആണും പെണ്ണും ഒന്നും ഇല്ല. ഈ കൈബൊക്കാൻ പറയുമ്പോൾ നോക്കാണ്, അടുത്താക്ക് ടെൻഷൻ ഉണ്ടാവും. എന്നാ എനിക്കുണ്ടെന്ന്. ഇപ്പുറത്തും നോക്കും ഇപ്പുറത്തും നോക്കും. രണ്ടാക്കില്ല, അപ്പൊ എനിക്കില്ല. എന്ത് മടിയാ നോക്കും. ബ്രഹ്മാവ് നിങ്ങളുടെ കയ്യെ കാത്തുകൊണ്ടു. ഇതൊന്നും അനക്ക്. ഇപ്പോഴനക്കാൻ പറ്റില്ല, പിന്നെ അനക്കാൻ പറ്റില്ല. ശരിക്കും കൈബൊക്കെ നോട്ടെ. പേടിക്കണ്ട, തലയിൽ ഒപ്പിക്കില്ല. അതൊരു പ്രാവശ്യം ചെയ്യിപ്പിക്കൂ. അതിനേക്കാളും നല്ല പണി പിന്നെ ചെയ്തരാം. അതൊന്നും ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണ്ടേ അല്ലേ? ആണല്ലോ. ക്ലാസ് മുറികളിൽ ഇരിക്കുമ്പോ അടുത്തടുത്തല്ലേ ഇരുത്താ. ഇപ്പൊ കുറെ പ്രൈം മിനിസ്റ്റർമാര്, രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റർമാർ യുണൈറ്റഡ് നേഷൻസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുമോ? അവരെ ഇരുത്തോ? മന്ത്രിമാരൊക്കെ ഇരിക്കുമ്പോ അടുത്തടുത്ത് ഇരിക്കുമോ? എന്ത് ചെയ്യും? കുറെ വിട്ടുവിട്ടിരിക്കും അല്ലേ? നിങ്ങളെ അങ്ങനെ ഇരുത്തുന്ന ഏക സ്ഥലം ഏതാണെന്ന് എക്സാം ഹോളാണ്. ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് തന്നിട്ട് നിങ്ങളെ ഇരുത്തുന്ന സ്ഥലം ഏതാണ്? എക്സാം ഹോൾ. അത് മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് എക്സാം ഹോളൊക്കെ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു തോന്നലാണ്. ഞാൻ എന്ത് ചെയ്യും? അടുത്ത ടീച്ചർ മാറ്റി അടുത്ത മുട്ടുപോകും അല്ലേ? ഏറ്റവും ലാവിഷായിട്ട് നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുന്ന ഏക സ്ഥലം എക്സാം. നമ്മളൊക്കെ വിളിച്ച ടീച്ചർമാര് വിളിക്ക് പങ്കെടുപ്പോ? എന്താ ടീച്ചർ ബഹുമാനം ഭവ്യതയോ എന്തെങ്കിലും കാണിക്കണമല്ലോ അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ലോകം പറയണേ? ആണോ അല്ലയോ? പക്ഷെ നമ്മുടെ മുമ്പിൽ ടീച്ചർമാരെ അങ്ങനെ നിർത്താൻ പറ്റിയ ഏക സ്ഥലം എന്നല്ല. ഇങ്ങനെ വിളിച്ചാൽ അവരടുത്ത് വന്നിട്ട് എന്താ കഴിഞ്ഞേ ചോദിച്ചോ ഇല്ലയോ? ഒന്നും വേണ്ട പോ. ഇത് രസമുള്ള സ്ഥലം.
യെസ് ഓർ നോ? അവര് നോട്ട് തന്ന് നമ്മളിതൊക്കെ പഠിച്ചിട്ട് എഴുതിയിട്ടാ മാറ്റി പഠിച്ചത്. നമ്മൾ എഴുതിയത് അവരെ വായിപ്പിക്കാൻ പറ്റുന്ന ഏക സ്ഥലമാണ്. എന്റെ എക്സാമിനേഷൻ LLB MBA ഒക്കെ ഞാൻ എഴുതുന്ന സമയത്ത് കുറെ ഡിഗ്രി എടുക്കുന്നത് കാരണം ഇതാണ്, ഇവരെ കാണിച്ചു കൊടുക്കുന്നത് ഒറ്റ ഭാഷ. അവരൊന്ന് പഠിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. 10 ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ 5 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 എഴുതും. വായിച്ചു നോക്കിയിട്ട് ഏതാ നിങ്ങൾ തീരുമാനിച്ചത്. ഇതുവരെ ഒരു എക്സാമിനേഷനും സമയമില്ല എന്നുള്ള പ്രശ്നം എനിക്കുണ്ടായില്ല. കാരണം ഫാസ്റ്റ് ആയിട്ട് എഴുതും, ഫാസ്റ്റ് ആയിട്ട് പറയും. മനസ്സിലായി? നമ്മുടെ നാട്ടുകാരുടെ ഒരാളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നതാണ്. ആരാന്നറിയാം? കേരളക്കാരൻ ശശി തരൂർ. എത്ര തരത്തിലുള്ള മനുഷ്യനാണ്, എത്രയോ പ്രഭാഷണങ്ങൾ, എത്രയോ ക്ലാസ്സുകൾ ലോകത്തിലെവിടെയൊക്കെ ചുറ്റി നടക്കുന്നു. എന്നാലും ഒരു കൊല്ലം 500 ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു ബുക്കിലധികം വായിക്കും. നമ്മുടെ ജന്മത്തിൽ വായിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഒരു ബുക്ക് പോലും അല്ലേ? ആണോ അല്ലയോ? യെസ്. പോരെ. നിങ്ങൾ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സയൻസ് ഒക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ നല്ല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ എക്സാമിനേഷൻ നടത്തുന്നത് 3-4 എബിലിറ്റീസ് ആണ്. ഏതൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ NEP ഒക്കെ വന്നിട്ട് കുറെ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ഒരു 100-200 ക്ലാസ്സുകൾ കേരളത്തിലെ ഏറ്റവും പഴയ കോളേജ് CMS കോളേജ് കോട്ടയം, അവിടെയൊക്കെ ഞാൻ ക്ലാസ് എടുത്തു. ടീച്ചർമാർക്കും അവർക്കൊക്കെ NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്താണ് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവരോട് ഡോക്ടർ GPS NEP എന്ത് ബെസ്റ്റ് ആയിട്ടാ പറഞ്ഞു കേട്ടോ. ഞാൻ NEP തൊട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് പണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ പുതിയ സിസ്റ്റം ഉണ്ടാക്കണം, പക്ഷെ ഒരിക്കലും പ്രാക്ടിക്കൽ ആക്കില്ല. റൈറ്റ്? എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് എന്നാണ് ഞാൻ മോഹൻജിയോട് പറയാറുള്ളത്. എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? മാൻ മേക്കിംഗ്. മാൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബീയിങ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. സോഷ്യൽ ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ബീയിങ് സോഷ്യൽ. ഒരാളെ കാണുമ്പോൾ വർത്താനം പറയാം. നേരത്തെ കുറച്ച് പേര് ഇരിക്കാൻ വന്നു, 5 പേര്. ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കായിരുന്നു. അടുത്ത സീറ്റിൽ അവര്. എന്നാൽ 4 പേർക്കുള്ള സീറ്റ് വെച്ചിട്ട് ഇപ്പുറത്തിരുന്നിട്ട് അവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ അതിനിടയിൽ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാളെ തിരിച്ചു പോയിട്ട് അതേ സീറ്റിൽ ബുദ്ധിമുട്ടിപ്പോയിരിക്കണം. അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആൾ അങ്ങോട്ട് ഇരുന്ന് ഇങ്ങോട്ട് ഇരുന്ന് ആ ലാസ്റ്റ് സീറ്റ് ഒഴിവാക്കിയിട്ട് അവിടെ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞാലോ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് മനുഷ്യ സ്വഭാവമുണ്ട്. അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് മൃഗത്തിന്റെ പേര് വേണമെന്ന് നിങ്ങൾക്ക് ഇടാം. മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഒരു പേരെന്താ അറിയോ? മനുഷ്യരൂപേണ മൃഗശ്ചരന്തി. മനുഷ്യന്റെ രൂപത്തിൽ പോകുന്ന ഒരു മൃഗം അതാ ഇപ്പൊ പോയി എന്നുള്ളത്. കാരണം ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറുള്ള നമ്മൾ. അങ്ങനെയാണോ ആവേണ്ടത്? ബീയിങ് ഹ്യൂമൻ. അടുത്ത സ്വഭാവം ഹ്യൂമൻ ബീയിങ്. നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണല്ലോ അല്ലെ? അങ്ങനെ വന്നാലാണ് എഡ്യൂക്കേഷൻ എന്തായി മാറുക? ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒന്നുമല്ല പ്രാധാന്യം, മനുഷ്യൻ ആയി മാറുക. ആ വിദ്യാഭ്യാസമാണ് ആവശ്യം. പക്ഷെ അത് നോൺ അക്കാഡമിക്. അക്കാഡമിക് ആയിട്ടുള്ളതിൽ എന്തൊക്കെയാണെന്നറിയോ? എഡ്യൂക്കേഷന്റെ ഏറ്റവും ബേസിസ് റീഡിങ്, റൈറ്റിംഗ്, അരിത്തമാറ്റിക് ആൻഡ് മെമ്മറി. 4 സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടത്. റീഡിങ്, റൈറ്റിംഗ് അത് എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അത്രയും നിങ്ങൾക്ക് വരുന്ന ജോലികളിലേക്ക് പോകാം. റീഡിങ്, റൈറ്റിംഗ് ഫാസ്റ്റ് ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എന്നൊരു എക്സാം ഉണ്ട്. മിക്കവാറും എക്സാമിനേഷൻ എല്ലാവർക്കും ഒരു പ്രോബ്ലം അറിയോ? സമയം കിട്ടിയിരിക്കുകയാണ്. ആണോ അല്ലയോ? യെസ്. പക്ഷേ ഇനി മുതൽ 10ാം ക്ലാസ് വരെ പോട്ടെ, ഇനി മുതൽ വരാൻ പോകുന്ന എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ചോദ്യം വായിക്കാൻ നിങ്ങൾക്ക് 20 സെക്കൻഡേ കിട്ടുള്ളൂ. 20 സെക്കൻഡ്. അത് ചിന്തിച്ച് ഉത്തരം കണ്ടെത്താൻ 40 സെക്കൻഡ്, 60 സെക്കൻഡ്. 1 മിനിറ്റ് 20 സെക്കൻഡ് ഒക്കെയാണ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാൻ 20 സെക്കൻഡ്. അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല എക്സാമിനേഷൻ കിട്ടുന്നത്. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്. IAS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള, അത് ഫ്രീ ആയിട്ട് എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സിവിൽ സർവീസ് ഡോക്ടർ GPS കളിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പത്രം വായിച്ചാൽ പത്രം ഫുൾ വായിച്ചു തീർക്കണം ഒരു ദിവസം ഒന്നും പോരാ. എത്രയോ പേജുകളാണ് അല്ലേ? എത്ര പത്രങ്ങളാണ് ഇതൊക്കെ വായിച്ചിട്ട് ഒരു ദിവസം കൊണ്ട്. പിറ്റേ ദിവസം ഒരു പിന്നെയും പത്രം. അപ്പൊ തലേദിവസത്തെ ബാക്കിയാവില്ലേ? ആവില്ലയോ? അത്രയൊന്നും ആവശ്യമില്ല. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പത്രത്തിലെ കംപ്ലീറ്റ് സംഭവം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷനിൽ പാരഗ്രാഫ് വന്നിട്ട് കണ്ടന്റ് ഓഫ് ദ
ബ്രീഫ്, പ്രിസി റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ. ആ കഴിവ് നിങ്ങൾക്ക് ഉണ്ടായാലേ MNC കമ്പനിയിലൊക്കെ ജോലി കിട്ടും. എന്റെ ലാസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഹൈദരാബാദിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. എന്റെ വിഷയം മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ അവിടെ ഞാൻ പഠിപ്പിച്ചത് മാത്തമാറ്റിക്സ് അല്ല. അനലിറ്റിക്കൽ സ്കിൽ, ലോജിക്കൽ റീസണിംഗ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. ആ പേപ്പറിന്റെ പേര് ക്യാമ്പസ് കോർപ്പറേറ്റ്. പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ കോർപ്പറേറ്റ് ജോലികൾ കിട്ടാം എന്നുള്ളതായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. എന്തിനാണ് പഠിപ്പിക്കുന്നത്? ശരിക്കും പറഞ്ഞ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സില് നിങ്ങൾക്കുള്ള അറിവാണ് നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് MBAക്കോ ഈവൻ ഗ്രാജുവേഷൻ സമയത്ത് ബിടെക്കിനോ ലാസ്റ്റ് ഇയറിൽ നമ്മൾ പിന്നെയും പഠിപ്പിക്കുന്നു. അതെന്താ കാരണം? പഠിച്ചതൊക്കെ മറന്നുപോയി. അപ്പൊ ഇന്നലെ ഇൻഷുറൻസ് കമ്പനിയുടെ കുറെ ആൾക്കാർക്കുള്ള അവരുടെ മക്കൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം, 12ാം ക്ലാസ് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്തിനാ പഠിക്കുന്നത്? ഈ സമയങ്ങളെ ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗമുണ്ടോ? എവിടെയില്ല എന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പൊ ഞാൻ പറഞ്ഞു, അടുത്ത കാലത്ത് TV-യില് 12ാം ക്ലാസ് പഠിക്കുന്ന ടീച്ചർ ഇതേപോലെ പറയട്ടെ, ഏതോ ഒരു മലയാളം പ്രോഗ്രാമിൽ. കാരണം ടീച്ചർമാർക്ക് അറിയില്ല ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ, വല്ല ഗുണമുണ്ടോ? നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട്? ലോകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ പറയും? ആരെങ്കിലും എടുക്കുന്നത് കാശേതാണ് സമ്മാനം. ഞാൻ കുറെ കുട്ടികൾക്ക് കൊടുത്തു. ഇന്നലെ ഇരിക്കാൻ കൂടെ പണ്ട് സാറ് വന്നപ്പോ എത്ര കൊല്ലം, 7-8 കൊല്ലം മുമ്പ് ഏതൊരു ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞതിന്റെ കാശ് ഇപ്പോഴും എന്റെ ബുക്കിനിടയിൽ ഞാൻ വെച്ചിട്ട് 7 വർഷം സൃഷ്ടിച്ചിട്ട് ഇപ്പൊ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പറയൂ, എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പറഞ്ഞു ഉണ്ടോ? പക്ഷികളുടെ സ്വഭാവം അങ്ങനെ പറയുന്ന ഒരു ഗുണമില്ല അല്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇന്നലെ പറഞ്ഞ അതേ എക്സാമ്പിൾ പറയാം. 24 into 36 എത്രയാണ്? ബുദ്ധിമുട്ടാണ് അല്ലേ? അത്ര എളുപ്പം പറയാൻ പറ്റുമോ? ഇല്ല. 24 into 36, 30 minus 6 into 30 plus 6 ആണ്. ആണോ അല്ലയോ? ഞാൻ ചോദിച്ചത് 24 into 36 ആണ്. 30 minus 6 into 30 plus 6 ആണ്. ആണോ അല്ലയോ? 30 square into 6 square നമ്മൾ ഫോർമുല പഠിച്ചിട്ടില്ലേ? എന്താ ഉപയോഗിക്കാൻ? നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നിങ്ങളോട്? അല്ലേ? അയ്യോ പറയായിരുന്നു, ഇങ്ങനെ കൈവെക്കില്ലയോ? എന്താ വെച്ചല്ലേ പറഞ്ഞ വെച്ച, എന്നിട്ട് കുറച്ച് ദൂരം എടുത്തിട്ട് ഒറ്റ കൊടുക്കും. നിങ്ങളുടെ ടീച്ചർമാരെ പഠിപ്പിച്ചില്ല, ഇതുകൊണ്ട് കൊണ്ടൊന്നുമില്ല, പരീക്ഷയ്ക്ക് എഴുതാം, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം, അത്ര. അതല്ല, നിങ്ങൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഓരോ വാക്കുകൾക്കും കുറേ പ്രാധാന്യം, അതൊക്കെ യൂസ്ഫുൾ ആണ് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പല എക്സാമിനേഷൻ, ഇപ്പൊ ഞാൻ തമാശക്ക് ചോദിക്കാറുണ്ട്, ഇപ്പൊ 360-യുടെ 60% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടില്ല അല്ലെ? എളുപ്പം കിട്ടും. 100-ന്റെ 20% ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 20-ലെ 100% ബുദ്ധിമുട്ടുണ്ടോ? 20-ലെ 100% എത്രയാണ്? 20 അല്ലേ? 100-ന്റെ 20% ആണ് 20-യുടെ 100%. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ 12% of 20 എത്രയാണെന്ന് ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20% of 12 കണ്ടാൽ മതി. ഒബ്സർവേഷൻ ഇല്ല, എന്തില്ല? കണ്ണ് തുറന്നിട്ടുണ്ട് പക്ഷെ കാണുന്നില്ല. അത് വേണമെങ്കിൽ ആ കാണുന്നത് കണ്ണുകൊണ്ടാവരുത്, മനസ്സുകൊണ്ടാവണം. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. മോഞ്ചി കുറേ പ്രാവശ്യം ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധ. കൃഷ്ണൻ കുറേ പ്രാവശ്യം അർജുനന് പറഞ്ഞു കൊടുത്തിട്ടും അർജുനൻ പറഞ്ഞത് ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. നമുക്കൊക്കെ കേൾക്കേണ്ട കാര്യം, ശ്രദ്ധ ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ? ഇല്ല. ഇരുന്ന് കഴിഞ്ഞാൽ ലോകത്തുള്ള പല സംഭവങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ബുക്ക് മുമ്പിൽ ഉണ്ടാവും. എന്താ ഏതാ വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഉണ്ടല്ലേ. മനസ്സെവിടെയല്ല, മനസ്സെവിടെയാണ്. എന്താ കാരണം? നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നതാണ്. ബുദ്ധി വർക്ക് ചെയ്യുന്നോണ്ടല്ലേ അവിടെയൊക്കെ പോകണം. ബുദ്ധി വർക്ക് ചെയ്യുന്ന എവിടെയെങ്കിലും പോകും, നല്ല തന്നെയാണ്. പക്ഷെ കുറച്ച് സമയങ്ങളിൽ 2 സ്വഭാവം വേണം നിങ്ങൾക്ക്. പഠിക്കുന്ന സംഭവങ്ങള് നമുക്ക് നോട്ടാക്കിയിട്ട് മാറ്റാൻ പറ്റും.
നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതിനെയാണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അരത്തമാറ്റിക്, ഫാസ്റ്റ് റീഡിങ്, ഫാസ്റ്റ് റൈറ്റിംഗ്, അപ്പോഴേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എഴുതി വെക്കാൻ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് മെമ്മറി, ഇതൊക്കെ മെമ്മറിയിൽ ഇരിക്കണം. എങ്ങനെ മെമ്മറിയിൽ ഇരിക്കാം? ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റും. അർത്ഥം മനസ്സിലാവണം. അർത്ഥം മനസ്സിലാവാനൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഏറ്റവും നല്ല, ഇന്നലെയൊക്കെ ടീച്ചേഴ്സിനോട് ഞാൻ ചോദിക്കായിരുന്നു, അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ വാക്കുകളുടെ അർത്ഥം ശരിക്കും അർത്ഥം അറിയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും അറിയില്ല. ടീച്ചേഴ്സാണ്, അറിയില്ല. ഏത് കോളേജാണ് ഞാൻ പറയുന്നത്? അത് ആ കോളേജിന്റെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ. കാരണം വാക്കുകൾ ഇംഗ്ലീഷിൽ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് വരുമ്പോൾ അത് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കാം. ഇനിയെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് തുടർന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള A+ കുട്ടികളാണ്. അപ്പൊ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ ഫിൽറ്ററിംഗ് പ്രോസസ്സാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ എത്ര പേര് 12ൽ പോകും, ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം നമുക്കറിയില്ല. ഞാൻ മിക്കവാറും ആൾക്കാരോട് പറയാം, 11th and 12th പഠിക്കുന്നത് അതാണ് ബേസ്. കാരണം ഡിഫറൻറ്റ് സിലബസ് ഉണ്ട്. CBSE ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, ICSE ഉണ്ട്. ഈ സിലബസിന്റെ ഒരു ശരിക്കുള്ള സമന്വയം നടക്കുന്നത് +1 +2 ആണ്. അപ്പൊ +1 +2 മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് പഠിക്കണമെന്ന് ഞാൻ പിള്ളേരോട് പറയും. കാരണം ഇത് വിട്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പുറത്തേക്ക് തിരിച്ചു വരാനില്ല. ഹ്യൂമാനിറ്റീസ് മോശമായതുകൊണ്ടോ കൊമേഴ്സ് മോശം ഞാൻ MBA ആണ്, അതുകൊണ്ട് ബിസിനസ് മാനേജ്മെന്റ് മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതാണ് ഞാൻ +1 +2 കഴിഞ്ഞിട്ട് പഠിച്ചിരുന്നു എന്ന് വിചാരിക്കുക. ഒരിക്കലും എനിക്ക് മാത്സും ഫിസിക്സും പഠിച്ചാൽ മനസ്സിലായി. ഞാൻ ബയോളജിയൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിട്ടതിൽ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ പിന്നെ അവസാനം ഞാൻ മാസ്റ്റേഴ്സ് MS in സൈക്കോതെറാപ്പി ചെയ്യുമ്പോഴാണ് അനാട്ടമിയും ഒക്കെ പഠിക്കുന്നത്, ബയോകെമിസ്ട്രി ഒക്കെ പഠിക്കുന്നത്. കാരണം മരുന്ന് കൊടുത്താൽ എങ്ങനെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നു പഠിക്കണം, അതെങ്ങനെ മനസ്സിനെ എഫക്ട് ചെയ്യുന്നു പഠിക്കണം. ബയോകെമിസ്ട്രി പഠിക്കേണ്ടി വരും. പക്ഷെ അത് കുറച്ചും കൂടി മനക്കെടേണ്ടി വരും, അത്ര എളുപ്പമല്ല. അപ്പൊ ഏത് വിഷയം പഠിക്കാൻ നമുക്ക് കഴിവുണ്ടാവണമെങ്കിൽ 11th and 12th നിങ്ങളുടെ ബേസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റിയിട്ടുള്ള ജീവിതത്തിലെ അടുത്ത 2 വർഷം വളരെ 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 10ാം ക്ലാസ് പോലെയല്ല, 11ഉം 12ഉം ആകുമ്പോഴത്തേക്കും കോമ്പറ്റീറ്റീവ് എക്സാംസ് വരും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷനും കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒന്നും ഇല്ല. പിന്നെ വീട്ടിന് തൊട്ടടുത്ത് പഠിക്കുന്നുള്ള യാതൊരു ആഗ്രഹവും പാടില്ല. 11th and 12th കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോവാൻ, ലോകത്ത് എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ പോയി പഠിക്കും. അത് കാനഡ ആയാലും ജർമ്മനി ആയാലും അമേരിക്ക ആയാലും. പണ്ടൊക്കെ ഞാൻ അങ്ങനെ പോകരുതെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 3 പ്രാവശ്യം അമേരിക്കയിൽ പോയി താമസിക്കുകയും അവിടെ പോയി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് സാറ്റ് എക്സാം എക്സാം അമേരിക്കയില് ഡിഗ്രിക്ക് കിട്ടാൻ വേണ്ടി സാറ്റ് ഡോക്ടർ TPS അടിച്ചു നോക്കാം. ഞാൻ അമേരിക്കയിൽ കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ക്ലാസ് എടുക്കാൻ പോകും. ഞാൻ അവിടെ പോയ സമയത്ത് കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവര് ഏതാ എൻട്രൻസ് എക്സാം? സാറ്റ് എക്സാം. കുറെ ചോദ്യം ചോദിച്ചു. സാറ്റ് എക്സാം അറിയില്ല, വരും നാളെ മുതൽ ടീച്ചർ. അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് സാറ്റ് എക്സാം. അവരൊക്കെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അപ്പൊ അമേരിക്കയിലൊക്കെ ഏറ്റവും നല്ല സ്റ്റുഡൻസ് ആകുമ്പോൾ അത്രയും ഫെലോഷിപ്പ് കിട്ടും. ഇന്ത്യയിൽ ചെലവാക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഇക്വലന്റ് ആയിട്ട് ചെലവാക്കിയാൽ അതിനേക്കാളും ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. കേരളത്തിലുള്ള കുറെ കുട്ടികൾ, നമ്മളൊക്കെ ഡെസ്റ്റിനേഷൻ IAS എന്ന പ്രോഗ്രാം നടത്തുന്ന സമയത്ത് കണ്ണൂരുള്ള നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം അമേരിക്കൻ ഹർഷ അബൂബക്കർ. ഹർഷ എന്ന് മാത്രം പറഞ്ഞ ദേശീയമാവുന്നത്, ഹർഷ അബൂബക്കർ എന്നും കൂടി പറയാം. ഹർഷ അബൂബക്കർ ഡൽഹിയിൽ പെട്ട പഠിച്ചു. ഞാനത് ഒരിക്കലും വിചാരിച്ചില്ല, അവളെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒറ്റ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആതിര കോട്ടയത്തിന് ABM. എത്രയോ കുട്ടികൾ ഡൽഹിയിൽ കുറേ കുട്ടികളുണ്ട്. അതിനേക്കാളും കൂടുതലുള്ളത് കേരളത്തിൽ പോയതിനേക്കാളും കൂടുതലുള്ളത് ഞാൻ നോർത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ് ആണല്ലോ ഇന്ത്യയിലെ, അതിന്റെ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് നോർത്ത് വെസ്റ്റ്. അവിടുത്തെ പിള്ളേർക്ക് നിങ്ങളെക്കാളും ആരോഗ്യമുണ്ട്. മേരി കോമിന്റെ ആൾക്കാരാണ് ഹിറ്റ് അവിടുത്തെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്ന് തൊടും. എന്നിട്ട് എന്തിനാ തൊടണേ? എനിക്ക് വീട്ടിൽ പോയി പറയാനാണ്. എന്റെ ഞാൻ ഒരു ഇന്ത്യൻ സ്പേസ് സയന്റിസ്റ്റിനെ തൊട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛനോടും അമ്മയോടും. കാരണം ഇത് കിട്ടാത്തൊരു സാധനം അവിടെയൊക്കെ. ഇന്ത്യയിൽ ആരും ആ ഭാഗത്തൊന്നും പോയില്ല പഠിപ്പിക്കാൻ. ഇവിടേക്കാണെങ്കിൽ തേരാപ്പര കുറെ കാലം അവിടെ നിന്ന് അങ്ങനെ കിട്ടില്ല. അവിടെയൊക്കെ നമ്മൾ പോയിട്ട് 1 മാസമൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ നമ്മുടെ പിന്നാലെ. കുറെ കാലത്തിന് ശേഷം 5 കൊല്ലത്തിന് ശേഷം അവര് ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലാണ്, ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ എന്റെ ക്ലാസ്സിന് വിളിക്കും. അപ്പോഴാണ് അതിന്റെ സന്തോഷം അറിയും. അങ്ങനെ കുറേ കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തും, ഇന്ത്യയുടെ പല ഭാഗത്ത് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും പഠിക്കണം. യാത്ര, വ്യത്യസ്തമായ ഭാഷകൾ. കാരണം കേരളത്തിൽ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ജിയോഗ്രഫി നോളജും ജെൻഡർ നോളജും ലാംഗ്വേജ് സ്കില്ലും ഒക്കെ കുറവായിരിക്കും.
നല്ല ലാംഗ്വേജ് സ്കില്ല് വേണമെങ്കിൽ യു മസ്റ്റ് സ്റ്റാർട്ട് മൂവിങ് ഔട്ട്. അത്യാവശ്യമായിട്ട്. ഓക്കെ, എന്നോട് 40 മിനിറ്റ് പറയാനാണ് പറഞ്ഞത്, 30 മിനിറ്റ് പറഞ്ഞു. എന്തിനാ 10 മിനിറ്റ് വിട്ടുകൊടുക്കണം? അവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്കത് എന്ത് വേണമെങ്കിലും പറയാം, മണിക്കൂറുകളോളം പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ യൂട്യൂബിൽ ഞാൻ 2 ക്യാമറ വെച്ചിട്ടുണ്ട്, ഒന്ന് നിങ്ങളതും ഒന്ന് എൻ്റെ. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ പ്രോസസ് ചെയ്തിട്ട് വെച്ചു. കഴിഞ്ഞ 800 ദിവസവും ആവറേജ് 2 മണിക്കൂർ വെച്ചിട്ട് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ തന്നെ പ്രോസസ് ചെയ്ത്, ഞാൻ മൾട്ടിമീഡിയ പ്രോസസ്സിംഗ് ഒക്കെ അറിയാം. കുറേ കാലം മുമ്പ് തുടങ്ങിയതായിരുന്നു. ഒരു 10,000-4000 വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി എന്നെ കേൾക്കാൻ. പക്ഷെ എനിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം. അപ്പോഴാണ് നമുക്ക് സന്തോഷം. ആർക്കെങ്കിലും എന്തെങ്കിലും 1, 2, 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം. 6 ഫാസ്റ്റ്. അച്ഛനോ അമ്മയോ ഉറപ്പുണ്ടെങ്കിൽ, ആണോ പെണ്ണോ, ഭംഗിയില്ലവരോ ഇല്ലാത്തവരോ ആർക്ക് വേണമെങ്കിൽ നോക്കുക. കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകത, എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കുന്നു, നിനക്കുണ്ടോ നിനക്കുണ്ടോ ഇനി വിവാഹം വരുമ്പോഴും ആളെ സെലക്ട് ചെയ്യുമ്പോ നോക്കണം കേട്ടോ. നീ സെലക്ട് ചെയ്തോ, നീ സെലക്ട് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്തു. ഫാസ്റ്റ്. ഒരാളും ഉണ്ട് വേഗം. Come on, come fast. ഇതൊക്കെ റെക്കോർഡുകളിൽ ഞാൻ എഡിറ്റ് ചെയ്യാണ്ടിട്ട് ആലപ്പുഴയുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. എനിക്ക് കുറേ ഡിഫറൻറ്റ് സ്കൂൾസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുമ്പോ ഞാൻ ചോദിക്കും ഏത് സ്കൂളാണ്? ഓ, അങ്ങനെ ഒരു സ്കൂൾ നമ്മുടെ മനസ്സിൽ വരും. കേൾക്കാത്ത സ്കൂളൊക്കെ ആണെങ്കിൽ സന്തോഷമുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങളുടെ സ്കൂൾസിന് വേണ്ടിയില്ലെങ്കിൽ റെപ്രസെന്റേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ചോദ്യം ആണായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലേ? പെണ്ണായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. കമാൺ. അല്ല, അവള് ചോദിച്ചില്ലെങ്കിൽ ഞാൻ പുറത്തെത്തുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഞാൻ കൊടുത്തോളും. നല്ലതാണ്. അവൾക്കറിയാം എന്റെ അടിയുടെ ചൂടൊക്കെ. എന്റെ ക്ലാസ്സിൽ മിക്ക കുട്ടികൾക്കും കിട്ടാറുള്ളതാണ്. അവിടെ കുറെ എഴുതിയെടുക്കണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളുടെ ഗുണതാണ്, അവര് പേപ്പറും പെണ്ണൊക്കെ എന്താ എഴുതിയെടുത്തോണ്ടിരിക്കുക. അപ്പൊ മനസ്സിലാവും എന്റെ പഴയ സ്റ്റുഡന്റാണ്. ഡോക്ടർ TPS സാറില്ല. സാർ ടൈറ്റിലൊക്കെ പോയിട്ട് കൊല്ലങ്ങളായി. ബ്രിട്ടീഷുകാര് പണ്ട് സർ ഐസക് ന്യൂട്ടൺ, സർ CV രാമൻ, അങ്ങനെ ഒരു സർ എനിക്കും കിട്ടിയാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ നിർത്തി, അതിനുള്ള യോഗ്യത എനിക്കില്ലാതെ. പിന്നെ അവസാനം സർ ചേർക്കുന്നത് റോട്ടിൽ എന്ത് ആരെ കണ്ടാലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആ സാറല്ല ഞാൻ. ഓക്കെ, എന്റെ പേര് ഡോക്ടർ TPS, ടീച്ചേഴ്സ് പാരന്റ്സ് സ്റ്റുഡൻസ്, TPS. ഫൈൻ, എളുപ്പല്ലേ പഠിക്കാൻ? ഡോക്ടർ TPS, ടീച്ചേഴ്സ് പാരന്റ്സ് സ്റ്റുഡൻസ്. ഈ 3 വാക്കാണ് ഞാൻ ജീവിച്ചു പോകുന്ന അവരെ വെച്ചിട്ടാണ്. പറയും. ഞാൻ ഇൻസ്പയർ ബ്രൈറ്റ് സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇൻസ്പയർ ബ്രൈറ്റ് സ്കൂൾ. ബ്രൈറ്റ് സ്കൂൾ. ഓക്കെ, സുബോധൻ. യെസ് സർ. ഗുഡ്. യെസ് സർ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സർ സർ എന്നുള്ളത് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർ എന്താ പറയാം? യെസ് സർ. തലയാട്ടത് ഇല്ല. ഈ സാറ്റിന് നമ്മുടെ ഏതെങ്കിലും ഇവിടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും എക്സാമുമായിട്ട് സിമിലാരിറ്റി ഉണ്ടോ? എല്ലാ എക്സാമിനേഷനും കണ്ടന്റ് ഒരുപോലെയാണ്. അവിടെയും ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആണ്, ഫൈൻ, ലോജിക്കൽ റീസണിങ് ആണ്. AP എന്ന് പറഞ്ഞിട്ടൊരു എക്സാമിനേഷൻ അവരുടെ സിസ്റ്റം, അതിലും 1-2 കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്തു. ഈ സാറ്റും AP ഒക്കെയാണ്. അതിന് ഇക്വലന്റ് ആണ് നമ്മുടെ GRE ടോഫിലും. അതിന്റെ ഒരു അമ്മായി അപ്പൻ എന്ന് പറയുന്നത് പറയും, അതിന്റെ ഒരു ഹയർ ഗ്രേഡ് മീൻസ്. പക്ഷെ നമ്മുടെ JEE സ്റ്റൈലിലല്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കറക്കി കുത്തിയിട്ട് ABCD ചോദിക്കുന്ന പരിപാടിയുണ്ട്. അതല്ല, അവിടെ ഡിസ്ക്രിപ്റ്റീവാണ്. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസീവായിട്ട് ആൾക്കാരാണ് എക്സാം എഴുതുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് ഇവാലുവേഷൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെ അങ്ങനെയല്ല, ഒക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. എപ്പോൾ വേണമെങ്കിലും എഴുതാം. യു ക്യാൻ ചൂസ് യുവർ ടൈം, യു ക്യാൻ ചൂസ് യുവർ ഡേറ്റ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അവർ വളരെ സ്ട്രിക്റ്റ് ആക്കണമെന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു ഫസ്റ്റ് ഇവാലുവേഷനേ ഉള്ളൂ.
അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ നിങ്ങളുടെ മാർക്ക് നോക്കില്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് പോലും നോക്കില്ല. അവരെന്താ നോക്കുക? SOP എന്നൊരു പരിപാടി, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കാനാണ് താല്പര്യം, ഉടനെ ഒരു പേജ് എഴുതി തരും എന്തുകൊണ്ട് സൈക്കോളജി ഇഷ്ടമാണ്. ബ്ലാ 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 പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതി തരാണ്. നമ്പർ 1. നമ്പർ 2, സൈക്കോളജി പഠിപ്പിക്കുന്ന കുറേ കോളേജുകളുണ്ടാവും. എന്തുകൊണ്ട് എന്റെ കോളേജിൽ നിങ്ങൾക്ക് താല്പര്യം, അതൊന്ന് എഴുതി നോക്കുന്നതിനാണ് SOP. ഹൈദരാബാദിലൊക്കെ അത് എഴുതി കൊടുക്കാൻ ഏജന്റുമാരുണ്ട്. ആ അര പേജ് എഴുതിയാൽ 50,000 രൂപ, 1 ലക്ഷം രൂപ. നമ്മൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ കച്ചവടത്തിൽ നമ്മൾ എഴുതാറ്, കാരണം ആൾക്കാരെ പഠിക്കുന്ന പറയുന്നത്. പക്ഷെ ഗൈഡ് ചെയ്തേ എങ്ങനെ എഴുതണം, നിങ്ങൾ എഴുതി തന്നാൽ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. SOP, റൈറ്റ്? അപ്പൊ എന്തിനാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്? ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഉണ്ടോ? ഇവിടെ ആർക്ക് വേണമെങ്കിലും കാശ് കൊടുത്താൽ അവിടെ അഡ്മിഷൻ എടുക്കും. അവിടെ അങ്ങനെയല്ല, അവര് തീരുമാനിക്കും നിങ്ങളെ ചേർക്കണോ വേണം. നമ്പർ 1. അതിനനുസരിച്ച് SOP നല്ലതാണെങ്കിൽ ഫെലോഷിപ്പ് കിട്ടും, വളരെ സ്കോളർഷിപ്പ് കിട്ടും. ഇത് വായിക്കുന്ന പ്രൊഫസർക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ആകെ 20 ലക്ഷമാണ് ഫീസ് എങ്കിൽ 2 ലക്ഷം രൂപ നല്ല SOP, 2 ലക്ഷം കുറച്ച് കിട്ടും. അവിടെ ഫിക്സ്ഡ് ഫീസ് അല്ല, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റം. അവിടുത്തെ ഏറ്റവും നല്ല സുഖം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം പറയട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി താമസിച്ചത് കമ്മിൻസ് എന്ന ഒരു കമ്പനിയുടെ ഒരു സെറ്റിൽമെന്റ് ഏരിയ പോലുള്ള സ്ഥലമാണ്. ഇന്ത്യാനയിലെ കൊളംബസ് എന്ന് പറയുന്ന സ്ഥലം. കൊളംബസ് വളരെ ഫേമസ് ആണ്. ഒഹായോ കൊളംബസിന്റെ, ഞാൻ ഇന്ത്യാന കൊളംബസ്. അവിടുത്തെ ഒരു സെക്കൻഡ്, ആ കമ്പനിയുടെ സെക്കൻഡ് ഇൻ ടോപ്പ്. ഈ കമ്പനി എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വലിയ ജനറേറ്റർ ഉണ്ടെങ്കിൽ നോക്കിയാൽ അതിന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും കമ്പനീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനറേറ്റേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, വളരെ റിച്ച് ആയിട്ടുള്ള കമ്പനി. അവരുടെ സെക്കൻഡ് ഇൻ കമാൻഡ് AGM, അവർക്ക് ഒറ്റ മോളേ ഉള്ളൂ. എന്റെ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ ഭഗവത്ഗീതയ്ക്ക് ഒരു 6 മാസം പഠിപ്പിച്ചു. ആ സമയത്ത് നമ്മൾ അടുത്ത ക്ലാസ് ആയി. അപ്പൊ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇൻവിറ്റേഷൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം കം ടു മൈ ഹോം 7 o'clock. അവിടെ 7 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7 എത്താം. 6:59 പുറത്ത് വെയിറ്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? വളരെ കൃത്യനിഷ്ഠയുള്ള ആൾക്കാർ. എന്തിനാ അറിയോ? എന്റെ മകള് 12ാം ക്ലാസ് പാസ്സായി. ഇന്ന് സെന്റ് ഓഫ് ആണ്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ മോളെ വീട്ടിൽ പോകാം. പിന്നെ വീട്ടിൽ കയറണമെങ്കിൽ അച്ഛനോട് അങ്ങോട്ട് പെർമിഷൻ ചോദിക്കുന്നു. സ്വന്തം എവിടെ അപ്ലൈ ചെയ്യുന്നു, എവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും അച്ഛനും അമ്മയും വേണമെങ്കിൽ ഹെൽപ്പ് ചോദിച്ചാൽ നമ്മൾ സഹായിക്കാന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ കണ്ട് ഖുറാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇതിനകത്തുള്ള ഗൂഗിളിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. അതിൽ അമേരിക്കയിലുള്ള ഒരു ഗ്രാൻഡ് മദർ ചോദിച്ചിരിക്കുകയാണ്. ഒരു ഗ്രാൻഡ് മദറാണ് ചോദിക്കുന്നത്, മൈ ഡോട്ടേഴ്സ് ചൈൽഡ്, മൈ ഡോട്ടർ ഈസ് ആസ്കിംഗ് ഫോർ ബേബി സിറ്റിംഗ് ഓഫ് മൈ ഗ്രാൻഡ് ചൈൽഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഐ ആം നോട്ട് റെഡി, വാട്ട് ഡു യു സജസ്റ്റ്? അച്ഛമ്മ ചോദിക്കുകയാണ്, എന്റെ കൊച്ചുമകളെ നോക്കാൻ വേണ്ടിയിട്ട് എന്റെ മകൾ എന്നെ നിർബന്ധിക്കുന്നു, പൈസ തരില്ല എന്നാ പറയണത്, ഞാൻ എന്താ ചെയ്യുന്നത്? നല്ല രസമാണ്. ഈ ലോകത്തിന്റെ കൾച്ചർ പഠിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോകേണ്ട കാര്യമില്ല. ഇത് വായിച്ചോളൂ. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ ആൾക്കാർ അയച്ചു തരും, വാട്ട് ഡു യു സജസ്റ്റ്? ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ വെച്ചാൽ ഗ്രാൻഡ് മദർ ആവുക, ഗ്രാൻഡ് ഫാദർ ആവുക, 5 കുട്ടികളെ നോക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അവിടെ അങ്ങനെയല്ല, അത് ഭയങ്കര മനുഷ്യനാണ്. ബേബി സിറ്റിങ്ങിന് നല്ല കാശ് കിട്ടും. എന്റെ സ്റ്റുഡൻസ് ഹൈദരാബാദിൽ നിന്നൊക്കെ അമേരിക്കയിൽ പഠിക്കാൻ പോയിട്ട് വേറൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ബേബി സിറ്റിംഗ് ആണ്. സോ ദേ ഏൺ മോർ ദാൻ ഒരു കമ്പനി ജോലി കിട്ടുന്നതിനേക്കാളും $100,000 ഒക്കെ ഒരു കൊല്ലം കിട്ടുന്ന ബേബി സിറ്റേഴ്സ്. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ കൾച്ചർ ഡിഫറെന്റ് ആണ്, നമ്മുടെ പഠന രീതികൾ ഡിഫറെന്റ് ആണ്. അതേപോലെ ഒരു കോഴ്സിനല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, പക്ഷെ എനിക്ക് മ്യൂസിക്കും ആർട്ടും സ്പോർട്സും ഇഷ്ടമാണ്. അതിനകത്തുള്ള കോഴ്സുകളൊക്കെ എടുത്തിട്ട് എനിക്കൊരു ഡിഗ്രി ആക്കിയിട്ട് എത്രയും പഠിച്ചിട്ട് എനിക്കൊരു ഡിഗ്രി താന്ന് പറഞ്ഞാൽ ഡിഗ്രി. മനസ്സിലായി? എനിക്ക് സ്പോർട്സ് ഇഷ്ടമാണ്, ആർട്ട് ഇഷ്ടമാണ്, പെയിന്റിങ് ഇഷ്ടമാണ്, സൈക്കോളജി ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ജോബ് കിട്ടാൻ കമ്പ്യൂട്ടർ സയൻസിന് ഡാറ്റാ സയൻസ് പഠിക്കണം. അപ്പൊ അത് മേജർ, ഇതൊക്കെ സപ്ലിമെന്ററി. അങ്ങനെ സപ്ലിമെന്ററി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡിഗ്രി. ഇവിടെ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഏതാണ് കോഴ്സ് എന്ന് ചോദിച്ചിട്ട് 100 കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് തീരുന്നു. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ അവർ നോക്കുന്നത് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, ആർ യു ഏബിൾ ടു ഇവാലുവേറ്റ് യു വെദർ യു ആർ ഫിറ്റ് ഫോർ ദാറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് എത്ര കാശ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഇനി ചില കോഴ്സുകൾ നമ്മൾ ഇവിടുത്തെ ഒരു കുട്ടിയാണ് പോകുന്നത്, സാറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടില്ല, ഇവിടുത്തെ എൻട്രൻസ് JEE നല്ല മാർക്കുണ്ട്, 12ാം ക്ലാസ് അവരെ ഫെലോഷിപ്പ് തരും.
കാരണം അവർക്ക് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ചില യൂണിവേഴ്സിറ്റികൾ. പക്ഷെ അവർ പറയും ഈ പേപ്പർ കൂടി നിങ്ങൾ പഠിച്ചിട്ട് ഓൺലൈൻ എഴുതിയിട്ട് ക്വാളിഫൈഡ് ആണെങ്കിൽ ഞങ്ങൾ അഡ്മിഷൻ തരാറുണ്ട്. അതിന് പാച്ച് കോഴ്സ് എന്നാണ് പറയുന്നത്, ബ്രിഡ്ജ് കോഴ്സസ്. അപ്പൊ അത് അവരുടെ പഠനത്തിന്റെ ഭാഗം തന്നെയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പഠനത്തിന്റെ ഭാഗമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്രിഡ്ജ് കോഴ്സ് എഴുതിയിട്ട് ക്വാളിഫൈ. അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. കനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ PR കിട്ടും, പെർമനന്റ് റെസിഡൻസ് കിട്ടും. ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞാൽ തിരിച്ചുവിടും. അമേരിക്കയിൽ കഴിഞ്ഞാൽ 3 വർഷം വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ തരും. ആ 3 വർഷത്തിലുള്ള ജോലി കണ്ടുപിടിച്ചാൽ അവർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. സ്വിറ്റ്സർലാൻഡിലൊക്കെ ആണെങ്കിൽ മിക്കവാറും ജോലികൾ കിട്ടും. പക്ഷെ അവരുടെ ജോലികൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാരണ്ടീഡ് ഒന്നാണ്. അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഹോമിയോപ്പതി ഡോക്ടറാണ്, ഇന്ത്യയിൽ നിന്ന് പോയത്. ഇന്ത്യൻ നമ്പർ ആയതുകൊണ്ട് അബദ്ധവശാൽ വിളിച്ചതാണ് രാത്രി. നോക്കുമ്പോൾ അയാളുടെ 2 പണി ചെയ്യുന്നത് സെക്യൂരിറ്റി ഓഫീസറാണ്. എന്റെ ഡബിൾ MBA ഉള്ള വലിയ യൂണിവേഴ്സിറ്റികൾക്ക് MBA പാസ്സായിട്ടുള്ള എൻ്റെ സുഹൃത്തിന് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അവൻ ഊബർ ഡ്രൈവറാണ്. അവൻ പറയുന്നത് ഊബർ ഡ്രൈവർക്കാണ് പ്രൊഫസർക്കാരൻ ശമ്പളം. പിന്നെ ഞാൻ പണിയെടുത്താലും കാശ് കിട്ടപ്പെട്ടിട്ടില്ല, എവിടെയൊക്കെ പോയി ജീവിക്കണം അല്ലേ, കണ്ടുവരില്ല. അപ്പൊ എൻജിനീയറിംഗ് ഡിഫറെന്റ് ആണ്. പണ്ട് ഞാൻ ആരും പുറത്തു പോയി പഠിക്കുന്നതൊക്കെയാ പറഞ്ഞത്. പിന്നെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ക്വിറ്റ് ഇന്ത്യ, അതുകൊണ്ട് ഇന്ത്യ വിട്ടിട്ട് പുറത്തു പോകാൻ. അങ്ങനെ അവരൊക്കെ പോയതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകണം അല്ലെ. മോഹൻജി ഇപ്പം ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ചിലപ്പം ഇത്രയും കാര്യമായിട്ട് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇന്ത്യയിൽ പുറത്തു പോയി കാശിലൊക്കെ തിരിച്ചു കൊണ്ടുതരാം. തിരിച്ചു വരും. കാരണം എന്താണ്? ഡോക്ടർ TPS. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മഹിമ എന്നാണ്. മഹിമ, അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഞാനിപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്ന എല്ലാ പേരൻസിനും വേണ്ടിയിട്ടാണ്. ഞാനൊരു പേരൻ്റാണ്. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് കാനഡയിൽ നമ്മൾ ഡിഗ്രി എന്ന് വെച്ചിട്ട് കുട്ടികളെ വിടാൻ വേണ്ടിയിട്ട് എനിക്കും പ്ലാനുണ്ട്. ബട്ട് ഞാൻ കുറച്ച് അന്വേഷിച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റിയത് ഒരു ഡിപ്ലോമ കോഴ്സ് ആയിട്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം മോളെ MBBSനും ഞാൻ നോക്കി. അപ്പോൾ മോളും അത് അന്വേഷിച്ചിട്ട് പറഞ്ഞു, മമ്മി 8 ഇയേഴ്സ് ഒക്കെ കഴിയും നമ്മളൊന്ന് ഇവിടുത്തെ ഒരു MBBS 5 ഇയർ കോഴ്സ് കഴിഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ എത്താനെന്ന് അറിഞ്ഞു. അപ്പം 12th കഴിഞ്ഞ് നമ്മളൊരു കുട്ടിയെ കാനഡയ്ക്ക് വിടുവാണെങ്കിൽ തിരിച്ച് ആ കുട്ടി ആ ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നാൽ നമുക്ക് ഏത് ഈക്വലന്റ് ഇവിടുത്തെ ഡിഗ്രി ആണോ അതിനെക്കുറിച്ച് തോന്നുന്നു. ആദ്യമായിട്ട് MBBS എന്ന് പറയുന്ന ഒരു കോഴ്സ് അവിടെ ഇല്ല. അതെ, ഈക്വലന്റ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ഉള്ളത് MD-MS മാസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇന്ത്യയിലും MD-MS എത്തണമെങ്കിൽ 7 കൊല്ലം 8 കൊല്ലം പിടിക്കുമല്ലോ. അപ്പൊ വല്ല വ്യത്യാസം എവിടെ ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരാൾ മെഡിക്കൽ ഡിഗ്രി എടുത്തിട്ട് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് വന്നാൽ അവൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് ഞാൻ പറയാം. കാരണം അവിടുത്തെ ഏറ്റവും വെൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ് മെഡിക്കൽ സയൻസ്. ഒരു ഡെന്റിസ്റ്റിനെ കാണണമെങ്കിൽ അമേരിക്കയില് ഒരുവിധം നല്ല സിറ്റിയില് 1 മാസം വെയിറ്റ് ചെയ്യും. അതൊന്ന് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ച് താഴത്തോട്ട് പിടിക്കും. ഈ ഫിസിക്സ് ആണ്. ഇവിടെ നിന്നുള്ള വൈബ്രേഷൻസ് വരുമ്പോ അത് എക്കോ ആയിരിക്കും, കുത്തനെ പിടിച്ച വരില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ഒരു കമ്പാരിസൺ പാടില്ല എന്നാണ് ഞാൻ പറയാം. മെഡിക്കൽ സിസ്റ്റം ഇപ്പൊ ഇവിടുന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്ന് MBBS കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ടുള്ള എന്റെ അടുത്ത പരിചയമുള്ള, ഞാൻ പോയാൽ സെന്റ് ലൂയിസിലൊക്കെ താമസിക്കുന്ന അവരുടെ വീട്ടിലാണ്. ഹസ്ബൻഡ് വൈഫും 2 എയിംസ് എന്നാണ് മാസ്റ്റേഴ്സ് കഴിഞ്ഞത്. അവിടെ വലിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ പോലും അവിടെ വരിക. അവരെന്ത് ചെയ്യണം? 3 വർഷത്തെ പഠനം കഴിഞ്ഞാൽ അവർ റെക്കഗ്നൈസ് ചെയ്യും. ഫൈൻ. പക്ഷെ എന്തിനാ എന്നിട്ടും അവരോട് പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഡെന്റിസ്റ്റിന് 1 മാസത്തെ വെയിറ്റിംഗ് ലിസ്റ്റ്. കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട്. ആൻഡ് പെയ്ഡ് മണി. ഇവിടുത്തെ പോലെ നമ്മൾ ഇടയ്ക്ക് പോയിട്ട് ഡോക്ടറെ കാണാൻ വീട്ടില് ബോർഡ് വെച്ചിരിക്കാനൊന്നും പാടില്ല. ഹോസ്പിറ്റലിൽ പോവും, അപ്പോയിന്റ്മെന്റിലേ പാടുള്ളൂ. ഫൈൻ. നല്ല ചാർജും ഉണ്ട്. തലശ്ശേരിക്കാരൻ ഒരാളുണ്ടായിരുന്നു സെന്റ് ലൂയിസിലെ, പെയിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ ഈ മസിൽ പെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രേറ്റ് ഡോക്ടർ, നല്ല കാശ് ഉണ്ടാക്കി. അപ്പൊ മക്കൾക്ക് അങ്ങനെ പോകണം താല്പര്യം ദർ ആർ സം ഫെസിലിറ്റീസ് ഗോ ടു കാനഡ. പലരും ഓപ്റ്റ് ചെയ്യാത്തത് അവിടുത്തെ ക്ലൈമറ്റ് ഇല്ല. ഇപ്പൊ എല്ലാ ദിവസവും ഒരു 100-200 മെസ്സേജ് വരും ഇങ്ങനെ. അപ്പൊ അതിനകത്ത് കാനഡ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡോനോ കാനഡ വീടോണുണ്ട്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ്. അമേരിക്കയില് വലിയ സ്ഥലമായതുകൊണ്ട് 50 സ്റ്റേറ്റുകളുണ്ട്. ഇവിടെ വേണമെങ്കിലും യാത്ര ചെയ്തിട്ട് ഓപ്ഷൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും അമേരിക്ക ഓപ്റ്റ് ചെയ്യുന്നത് വെസ്റ്റില്. പക്ഷെ
മെഡിക്കൽ അല്ലാതെ നമ്മുടെ സാധാ ഒരു കോമേഴ്സ് അങ്ങനത്തെ ആർട്സ് ഡിഗ്രി പർപ്പസ് ആണെങ്കിൽ അതിൻ്റെ ഈ മിക്കവാറും ജോബിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇന്നും സയൻസിനാണ് ഡിമാൻഡ്. ഇന്നും സയൻസിനാണ്. ഹയർ സ്റ്റഡീസിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ സയൻസിനാണ് ഓപ്ഷൻസ് കൂടുതലുള്ളത്. ഇപ്പൊ നിങ്ങൾ ഡാറ്റാ സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ഇത്തരം കോഴ്സുകൾ ചെയ്താൽ ജോബ് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ നിങ്ങൾ കൊമേഴ്സിലോ ആർട്സിലോ സൈക്കോളജിയിലോ സോഷ്യൽ സയൻസിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല കിട്ടാൻ. കാരണം ഫണ്ടിങ് ഇല്ല, റിസർച്ച് ഇല്ല, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും കുറവാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെ ഒരു ഓഫീസർ ഉണ്ടാകുമ്പോൾ ടൈപ്പ് ചെയ്യാൻ ഒരാള്, പിന്നെ വെള്ളം കൊടുക്കാൻ ഒരാള്, ഡ്രൈവ് ചെയ്യാൻ ഒരാള്, ഇതൊന്നും ഇല്ലാത്ത രാജ്യമാണ്. അപ്പൊ അവർക്ക് അതൊന്നും ആവശ്യമില്ല. കാരണം അവരുടെ ഒരു കമ്പ്യൂട്ടറിൽ എല്ലാം തീർന്നു. അപ്പൊ അതൊക്കെ ടെക്നിക്കൽ അല്ലേ. ഫൈൻ. പിന്നെ പണ്ടുണ്ടായിരുന്ന ഡാറ്റാ ചെയിൻ മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ്, ഇതൊക്കെ പണ്ട് കൊമേഴ്സിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചതാണ്. ഞാനൊക്കെ MBA പഠിപ്പിച്ചതാണ്. പക്ഷെ ഇന്ന് അതല്ല, അതൊക്കെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗമായി. അപ്പൊ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ എബ്രോഡിൽ നിങ്ങൾ ഏത് പഠിക്കണമെന്ന് ചോദിച്ചാൽ, മെക്കാനിക്കൽ പഠിച്ചാലും സിവിൽ പഠിച്ചാലും ഇലക്ട്രോണിക്സ് പഠിച്ചാലും ഇലക്ട്രിക്കൽ പഠിച്ചാലും അവരൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള സാധനം കമ്പ്യൂട്ടർ സയൻസ്, ചോദിച്ചോട്ടെ. ഡാറ്റാ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ സൈബർ സെക്യൂരിറ്റി. നോർമലി നമ്മൾ 10th സയൻസും ആർട്സും എല്ലാം പഠിക്കുന്നുണ്ട്. ബട്ട് എൻ്റെ മോൻ പഠിച്ചത്, അവൻ സ്പോർട്സ് ആയിരുന്നു, അതുകൊണ്ട് അവൻ പഠിച്ചത് ഓൺലി ആർട്സ് മാത്രമാണ് 10th. അപ്പൊ +2 അത് തന്നെയല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഹയർ സ്റ്റഡി ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ? ഇപ്പൊ നിങ്ങൾക്ക് ആർട്സ് പഠിച്ചു, ആർട്സിൽ ഏറ്റവും അല്ലെങ്കിൽ സ്പോർട്സിലാണ് താല്പര്യം. ഇന്നലെ ഒരു കുട്ടി എന്നോട്, ഞാൻ ഇന്നലത്തെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, 28-ാം 29-ാം തീയതി യൂട്യൂബിൽ ഇതേ ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് കേട്ടോ. ഇതേ ചോദ്യം ഇൻഷുറൻസിലെ കോട്ടയത്തെങ്ങാണ്ട് കൂടിയാണ്. അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അയാൾ പിന്നെ BP എടുത്തിട്ട് പോവാ, MBA എടുത്തിട്ട് പോവാ. ഇന്ത്യയിൽ തന്നെ ഗ്യാരണ്ടീഡ് ജോലി കിട്ടും. കാരണം ആളെ കിട്ടാനില്ലേ. സ്പോർട്സ് ടീച്ചേഴ്സ് ഇല്ല, സ്പോർട്സ് കോട്ട. എന്റെ കൂടെ പയ്യന്നൂർ കോളേജിൽ പഠിച്ച സ്പോർട്സിൽ അന്ന് താല്പര്യമുള്ള വോളിബോൾ കളിക്കുന്ന ഇപ്പോൾ എവിടെയാണെന്നറിയോ? എയർ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. വെറും സ്പോർട്സ് കൊണ്ട്. ഫൈൻ. ഞാൻ PT ഉഷയുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അവരുടെ ഓടുമ്പോഴുള്ള ടെൻഷൻ കുറക്കാനൊക്കെ. അവരുടെ കുട്ടികളെയൊക്കെ മിക്കവാറും പല സ്പോർട്സിലും കാണാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ ആകുമ്പോൾ കുറേ സ്പോർട്സുകാരാകുമ്പോൾ കോമ്പറ്റീഷൻ കൂടും. അപ്പൊ 2 കൊല്ലം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പല സ്കൂൾസിലും പോകും. ആ സ്കൂളിലൊക്കെ അവരാണ് ഫസ്റ്റ്. അപ്പൊ സമ്മാനം കിട്ടും, അവരൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ കയറ്റുന്നത് ഇല്ലേ. അവരിൽ പലരും നല്ല നല്ല സ്പോർട്സ് വിദ്യാഭ്യാസത്തില് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള സ്ഥലം. നമ്പർ 1. നമ്പർ 2, നിങ്ങൾക്ക് എബ്രോഡിലാണ് പോകാൻ താല്പര്യം ചെയ്യുന്നത്. സ്പോർട്സ് പ്ലസ് ട്രീറ്റ്മെന്റ് കമ്പൈൻഡ് ആയിട്ടുള്ള ചില കോഴ്സുകൾ അവർക്ക് പിക്കപ്പ് ചെയ്യാം. ഒന്ന് വാട്സപ്പ് അയച്ചാൽ മതി, 9447437948. ഒരു 4-5 യൂണിവേഴ്സിറ്റികളിലെ അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഞാൻ റെഫറൻസ് തരാം. റെഫറൻസ് അല്ല, ഇന്ത്യക്കാരനായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അടക്കം ഉണ്ടാക്കി തരാൻ പറ്റുന്ന കഴിവ്. 9447437948. ബ്രിഡ്ജ് 360 എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ അഡ്വൈസറിയിൽ ഞാനുണ്ട്. അവര് കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ച കണ്ടൊരു സെമിനാർ, ഒരു യൂണിവേഴ്സിറ്റിക്കാർ വന്നിട്ട് നടത്തിയ സെമിനാറിൽ അവർക്ക് സ്പോർട്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സുകളുള്ള സ്ഥലമാണ്. അത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പറയല്ല, ആ യൂണിവേഴ്സിറ്റി 300 ഏക്കർ സ്ഥലം. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വലുപ്പത്തിലുള്ള സ്പോർട്സ് ഗ്രൗണ്ട് ഉണ്ടാവുള്ളൂ. റൈറ്റ്. ഇപ്പൊ ഇന്ത്യാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ യൂണിവേഴ്സിറ്റി വിസിറ്റിൽ പോയിട്ടു. ഡോക്ടർ TPS ഇന്ത്യാന എന്ന് പറഞ്ഞാൽ കാണാം ആ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റിൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ ത്രില്ലടിച്ചു. അതിന്റെ ഡിസൈൻ അടക്കം അങ്ങനെയാണ്. നമ്മൾ സ്റ്റെപ്പിൽ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ കളകള ഒച്ച കൂടും. കുറച്ച് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് നിർത്താൻ പറയുന്നതാണ് ഓട്ടോമാറ്റിക്. അതൊക്കെ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ആണ്. അവർ ചെയ്യുന്ന പ്രോജക്റ്റ്, പിള്ളേർ ചെയ്ത പ്രോജക്റ്റ് ആണ്. അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ. സോ യു ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ TPS. എപ്പോഴെങ്കിലും നമ്പർ മിസ് ആവുകയാണെങ്കിൽ ഡോക്ടർ TPS, ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ്, ടോപ്പ് പോലീസ് സർവീസ്. ആദ്യം സയന്റിസ്റ്റ് ആയിട്ട് പിന്നെ പോലീസ് ആയിട്ട്. ഇപ്പൊ ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ്. തല്ലിപ്പൊളി ശശികുമാർ. എന്താ സന്തോഷം. ഒരാളെ കുറ്റം കേൾക്കുന്നത് സന്തോഷമല്ല. പുനഷ്ട്, കുബുദ്ധി, ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈമറി പരിപാടി. വിടില്ല. നല്ല സമാധാനം. 2 ചോദ്യങ്ങളിൽ നോക്കുന്നു. താങ്ക് യു.
ഇപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞു. ഉദ്ഘാടനം ചെയ്തതായി എന്ത് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. അപ്പൊ സന്തോഷം, വളരെ വളരെ സന്തോഷം. എവിടെയെങ്കിലൊക്കെ നല്ല നല്ല പൊസിഷനിൽ എപ്പോഴെങ്കിലൊക്കെ എത്തിയിട്ട് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണണമെന്ന് നമസ്കാരം. ഓക്കെ, ബി എ സോഷ്യൽ ബീയിങ്, ബി എ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, നമ്പർ ഉണ്ട്, മെസ്സേജ്. ഇന്ന് രാവിലെ ഒരു വീട്ടിൽ പോയി അവർ എല്ലാ വീഡിയോസും കാണാറുണ്ടോ? ഇങ്ങോട്ട് കാണാറില്ല. എന്തേ? കണ്ട അതിനകത്ത് കമന്റ് അടിക്കണം. അപ്പോഴല്ലേ ഞാൻ അറിയുള്ളൂ നിങ്ങൾ കണ്ടു. മനസ്സിലായോ? നമ്മളൊരാളെ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക കൂടി ചെയ്യുമ്പോഴേ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അതാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നന്ദി, നമസ്കാരം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള സുബോധനും ഇതിന്റെ എല്ലാ സംഘാടകർക്കും നൈമിഷാരണ്യം എന്ന ഓർഗനൈസേഷനും ഭാവിയിലെ കുറെ കുട്ടികളിലേക്കും കുറെ ജനങ്ങളിലേക്കും നന്മയുടെ കുറെ പ്രകാശം എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.